വിവിധ വോട്ടിംഗുകൾ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ NCC, സൗണ്ട് ആൻഡ് ലൈറ്റ് സ്കൂൾ കുട്ടികൾ, ബാൻഡ് മേളം എന്നിവരെല്ലാം ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നു. ഒന്നാമമായ ഘോഷയാത്ര സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ രക്ഷിതാതിഥികൾ എല്ലാവരും തന്നെ ഘോഷയാത്രയിൽ പങ്കെടുത്ത് സ്കൂൾ മൈതാനിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ വിജയത്തിനായി എല്ലാ നല്ലവരായ ആളുകളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ഈ മൈതാനത്തിലെ കവളം നൽകുന്ന എല്ലാ കുട്ടികളും സർവ്വവ്യാപിയ അനുഗ്രഹിക്കൂ കാപട്യമില്ലാതെ കളങ്കവുമില്ലാതെ കളവുമൊട്ടില്ലാതെ കാത്തിടണേ അക്ഷരക്കൂട്ടങ്ങൾ ദീപമായി മാറ്റിടാം ഇന്നു നീ ഞങ്ങളെ അനുഗ്രഹിക്കൂ ഇന്നു നീ ഞങ്ങളെ അനുഗ്രഹിക്കൂ. സെഷന്റെ അധ്യക്ഷൻ സഹായമെത്രാണ് ജോസഫ് പണ്ടാരശ്ശേരി പിതാവ്. ഉദ്ഘാടനം നടത്താൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അഡ്വക്കേറ്റ് പി ശ്യാമളാദേവി, പതാകകൾ ഉയർത്തി ഇതിന് നന്ദി കുറിച്ച AO ശ്രീ DM സദാനന്ദൻ സർ, സ്കൂൾ പതാക ഉയർത്തി റവൻ ഫാദർ ഷാജി പ്രൊഡക്ടർ, ശ്രീമതി ദിയാമാനോസ്, ശ്രീ ടി.യു. മാത്യു, കുമാരി ഷാബൻ, ശ്രീ ജോസ് മുളനാഥ്, വിവിധ സ്കൂളുകളിൽ നിന്നും എത്തിയ അധ്യാപകരെ, വേദിയിലും സദസ്സിലുമുള്ള ഈ പരിപാടിയുടെ നല്ല നടത്തിനു വേണ്ടി ശ്രമിക്കുകയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉപജില്ലയിലെ കായിക താരങ്ങളെ, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരുടെ ഒപ്പം വന്ന സബോർഡിനേറ്റ് അടക്കമുള്ള എന്നെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാട്ടുകാർ, നമ്മുടെ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം അടുത്ത 3 ദിവസങ്ങൾ ഒരു മഹാമേളയുടെ തുടക്കം ഇന്ന് കുറിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖല അതിഥികളെ എന്നും നല്ല ആതിഥ്യ മര്യാദ അരളിക്കൊണ്ട്
നല്ല അവരെ ശുശ്രൂഷിച്ച് തിരിച്ചയക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. ആ നിലയിൽ തന്നെ അടുത്ത 3 ദിവസങ്ങളിൽ ഇവിടെയുള്ള എല്ലാം നമ്മളെ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ, പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വരും കാലങ്ങളിൽ ഏഷ്യാഡിലും അതുപോലെ തന്നെ ഒളിമ്പിക്സിലുമൊക്കെ ഭാരതത്തിൻ്റെ പതാക ഏന്താൻ എൻ്റെ മുൻപിൽ നിന്ന് അടുത്ത 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് സാധ്യമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും വളരെ എളിയ പ്രസംഗങ്ങൾ ഉണ്ടാവണം എന്നുള്ള, കാരണം വെയിലാണ്, കുട്ടികളെ കൂടുതൽ സമയം നിർത്തരുത് എന്നുള്ള കർശനമായ നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാൻ നേരിട്ട് എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി അധ്യക്ഷൻ നമ്മുടെ സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരി രാവ് അദ്ദേഹത്തെ സംഘാടക സമിതിക്ക് വേണ്ടിയും ഈ മുഴുവൻ പരിപാടികൾക്ക് വേണ്ടിയും അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി P.P. ശ്യാമളാദേവി അവர்களാണ്. അവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സ്കൂൾ പതാക, ജില്ലാ പതാക, ഉപജില്ലാ പതാക എന്നിവ ശ്രീ T.M. സദാനന്ദൻ EO അവരുടെ എത്തിയിട്ട് അദ്ദേഹത്തെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. സ്കൂൾ മാനേജർ ഫാദർ ഷാജി വടക്കേത്തുട്ടി അവരുടെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ലീലാമ്മ ജോസ് അവരുടെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സ്കൂളിന്റെ PTA പ്രസിഡന്റ് ശ്രീ T.U. മാത്യു അവരുടെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുമാരി ഷാർലറ്റ് അവരുടെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ ലൂക്കോസ് മുളനാർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അവരുടെയും സഹർഷം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ അടക്കം, മുൻ അധ്യാപകരടക്കം, PTA ഭാരവാഹികൾ, പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്തിലെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രസിഡന്റ് അഡ്വക്കേറ്റ് P.P. ശ്യാമളാദേവി സ്വാഗതം ആശംസിച്ച കള്ളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിഘ്നേശ്വർ ഭട്ട്, ആശംസകൾ അർപ്പിക്കുന്ന ജനപ്രതിനിധികളെ, വിദ്യാഭ്യാസ പ്രവർത്തകരെ, ഈ സ്കൂളിൻ്റെ മാനേജർ ബഹുമാനപ്പെട്ട ഷാജിയച്ച, സ്കൂളിൻ്റെ പ്രിൻസിപ്പൽമാരെ, ഹെഡ്മാസ്റ്റർമാരെ, പ്രിയ അധ്യാപകരെ, ഏറ്റവും സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, 1942 ഈ പ്രദേശത്തേക്ക് കുടിയേറി പാർത്ത, സംഘടിതമായ കുടിയേറ്റത്തിന് നേതൃത്വം കൊടുത്ത നാനായ സമുദായത്തിലെ കോട്ടയം അതിരൂപതയിലെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ 6ാമത് ഹോസ്ദുർഗ് ഉപജില്ലാ കായികമേള നടത്തുവാൻ സംഘാടക സമിതി തിരഞ്ഞെടുക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തതിനുള്ള സന്തോഷം ഞാൻ ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. കുട്ടികളുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യമാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ സമഗ്രമായ വളർച്ചയുടെ ഭാഗമായി കായിക തലങ്ങളിലുള്ള പ്രോത്സാഹനങ്ങളും അവസരങ്ങളും കുട്ടികൾക്ക് സൃഷ്ടിക്കുക എല്ലാ കലാലയങ്ങളിലൂടെയും നാം ചെയ്യുക പതിവാണ്. അതിൽ നിന്ന് മികച്ച കായിക താരങ്ങളെയും കലാകാരന്മാരെയും കണ്ടെത്തുകയും
വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിന് കൂടുതൽ സംഭാവനകൾ ചെയ്യുവാനും സമൂഹത്തെ ആ തലത്തിലേക്ക് കൂടുതൽ വളർത്തുവാനും ഈ കലാകാരന്മാരെ, ഈ പ്രതിഭകളെ നാം ഇവിടെ ഇന്ന് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ 3 ദിവസങ്ങളിലൂടെ നടത്തുന്ന ഈ കായിക മേളയ്ക്ക് എല്ലാ വിധത്തിലുള്ള വിജയങ്ങളും ആശംസകളും ഞാൻ നേരുകയാണ്. കൃത്യ സമയത്ത് തന്നെ ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിച്ച് അത് ഏറ്റവും ചിട്ടയോടും അച്ചടക്കത്തോടും കൂടി നടത്തുവാൻ ഇത് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്. ഞാൻ ഇതിനെ കാണുന്നത് 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഈ ഒരു കലാമേള നമ്മുടെ കുട്ടികൾക്ക് ഒരു അച്ചടക്കം പ്രദാനം ചെയ്യാൻ ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം ഈ കായിക മത്സരങ്ങളും മേളകളും ഒക്കെ നമ്മുടെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ വർദ്ധിപ്പിക്കുക മാത്രമല്ല, അത് കുട്ടികൾക്ക് ഇന്ന് അനിവാര്യമായിട്ടുള്ള അച്ചടക്കം നൽകുവാൻ അവരെ പ്രാപ്തരാക്കുക കൂടി ചെയ്യുകയാണ്. എന്റെ പരാജയത്തെ സ്വീകരിക്കാനും അങ്ങനെ അടുത്ത പ്രാവശ്യം ജയിക്കാനുള്ള ഒരു പ്രചോദനമായി തീർക്കാൻ ഈ മേള സഹായകരമായി തീരട്ടെ ആശംസിക്കുകയാണ്. ഒരു കുട്ടി ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപ് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന അധ്യാപകൻ കണ്ട് കുട്ടിയോട് ചോദിച്ചു, എന്താണ് പ്രാർത്ഥിച്ചത്? ജയിക്കാനാണോ പ്രാർത്ഥിച്ചത്? ഉടനെ ആ കുട്ടി അധ്യാപകനോട് പറഞ്ഞു, ഞാൻ ജയിക്കാനല്ല പ്രാർത്ഥിച്ചത്, മറിച്ച് ഇവിടെ ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ ആ പരാജയം അംഗീകരിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടാകണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എത്രയോ നല്ല ഒരു ഉത്തരമാണത്. നമുക്ക് പരാജയങ്ങൾ ഉണ്ടായാലും അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്താതെ അതിനെ അംഗീകരിക്കാനും മറ്റുള്ളവരുടെ വിജയങ്ങളെ ആഘോഷിക്കാനും അംഗീകരിക്കാൻ സാധിക്കട്ടെ. ഒരിക്കൽ കൂടി കുട്ടികൾക്ക് എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് നാളെ നല്ല നിലയിൽ എത്തിച്ചേരാൻ ഇത് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഘാടകർക്ക് എല്ലാ വിജയങ്ങളും ആശംസകളും നന്നായിട്ട് നടത്തുവാൻ ഈ നാടിന് ഒരു വലിയ അനുഗ്രഹവും പ്രചോദനവുമായിട്ട് ഈ മേള മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും സ്കൂളിന്റെ മാനേജ്മെന്റിന്റെയും അതോടൊപ്പം തന്നെ PTA-യുടെയും മറ്റ് ഭാരവാഹികളെ, സ്നേഹമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, ഈ മേളയിൽ 3 ദിവസം നല്ല വിജയം കൈവരിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കായിക അധ്യാപകർ, അതുപോലെ തന്നെ നാട്ടുകാർ, ഈ സംഘാടക സമിതിയുടെ ഈ പരിപാടിയുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ മറ്റ് ബഹുമാന്യരെ, വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ചെത്തിയിട്ടുള്ള അധ്യാപകർ, അതുപോലെ തന്നെ കായിക മികവ് തെളിയിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള മത്സരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള കുട്ടികൾ, ബഹുമാന്യരായ നാട്ടുകാരെ, സ്നേഹമുള്ളവർ, ഹോസ്ദുർഗ് ഉപജില്ലാ കായിക മേള 6ാമത് മേള ഈ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള വിപുലമായ സംഘാടക സമിതി നല്ല ഒരുക്കങ്ങളുമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഞാൻ ദീർഘമായ ഒരു പ്രഭാഷണത്തിലേക്ക് പോകില്ല, കാരണം വലിയ വേഗത്താണ് ഈ മത്സരങ്ങൾ നടക്കേണ്ടത്, പെട്ടെന്ന് തുടങ്ങേണ്ടതുണ്ട്. ഈ പരിപാടി തുടങ്ങുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നടത്തുന്നതും ഒരു വേഗത്തായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മേളകൾ തുടങ്ങുകയാണ് വേണ്ടത് എന്നതുകൊണ്ടും ഒരു വലിയ ദീർഘമായ പ്രഭാഷണം ഉണ്ടാവില്ല. നമുക്കറിയുന്നത് പോലെ മേളകളുടെ സമയമാണ്. സബ് ജില്ലാ കായിക മേളകൾ, സബ് ജില്ലാ ശാസ്ത്രമേളകൾ, സബ് ജില്ലാ യുവജനോത്സവങ്ങൾ ഇവയൊക്കെ തന്നെ നല്ല തയ്യാറെടുപ്പോടുകൂടി നടത്തി ജില്ലാ മത്സരങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുകയാണ് മറ്റെല്ലാ ജില്ലകളെ പോലെ നമ്മുടെ ജില്ലയിൽ. നമുക്കറിയുന്നത് പോലെ യുവജനോത്സവങ്ങളിലും ശാസ്ത്രമേളകളിലും ഒക്കെ തന്നെ ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരാണ് കാസർഗോഡ് ജില്ലയിലെ വഴിപൊത്തുകളായ നമ്മുടെ കുട്ടികളെങ്കിൽ കായിക രംഗത്ത് ജില്ലയിൽ തന്നെ ഒതുങ്ങി പോകുന്നവരായി നമ്മൾ മാറുന്നു എന്നൊരു സത്യാവസ്ഥ നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു എങ്കിൽ പോലും അതിനാവശ്യമായ തരത്തിലേക്കുള്ള പ്രോത്സാഹനങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള തടസ്സങ്ങൾ എന്ന് പറയാൻ കഴിയില്ല. അതിനുള്ള മുന്നൊരുക്കങ്ങൾക്ക് എന്തോ നമ്മൾ മനസ്സ് നിൽക്കുന്നവരായി കാസർഗോഡുകാർ മാറുന്നു. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ കായിക രംഗത്ത് നമ്മൾ പിന്നെയും പിന്നോക്കം പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല കഴിവുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, പക്ഷേ കഴിവ് തെളിയിച്ചു വരുമ്പോഴേക്കും അവരെ നമ്മുടെ സ്പോർട്സ് ഹോസ്റ്റലുകൾ തട്ടിക്കൊണ്ടുപോകുക അല്ലെങ്കിൽ മികച്ച സ്കൂളുകൾ വന്ന് ഓഫറുകൾ നൽകി കൊണ്ടുപോകുന്ന സ്ഥിതി നമ്മുടെ ജില്ലയിൽ കൊണ്ടുവരുന്നത് കൊണ്ടും നല്ല കായിക താരങ്ങളെ കാസർഗോഡ് ജില്ലയ്ക്ക് തന്നെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ അനിവാര്യത അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതിനുള്ള ഒരു കൂട്ടായ ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. അത്തരത്തിലേക്കുള്ള ഒരു ചിന്തയും എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അതിനുള്ള അനുകൂല സാഹചര്യം നമ്മുടെ ജില്ലയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടാവണം.
എല്ലാവരുടെ ഭാഗത്തു നിന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ സ്കൂൾ ഈ പരിപാടി ഏറ്റെടുത്തതിനും അതോടൊപ്പം തന്നെ നമുക്കറിയുന്നത് പോലെ തന്നെ ഇവിടെ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങൾ ഈ മേളകളൊക്കെ തന്നെ ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് എന്നുള്ളത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. തുടർന്ന് ഇളം വെയിലിന്റെ ചൂടേറ്റ് മൈതാനത്തുള്ളവർ ഇപ്പോൾ തന്നെ കുഴഞ്ഞു വീഴാൻ തുടങ്ങിയിരിക്കുന്നു. മത്സരം എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് മാത്രം, അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ 3 ദിവസമായി നടക്കുന്ന മേളയ്ക്ക് എല്ലാവിധ ഭാഗങ്ങളും ആശംസകളും നൽകുകൊണ്ട് നല്ല രീതിയിൽ മേള ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള സംഘാടകർക്ക് എല്ലാവിധ ശ്രമങ്ങൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ മേള വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. അഭിവാദനം. അധ്യക്ഷത വഹിക്കുന്ന അഭിമന്യ ജോസഫ് പണ്ടാരശ്ശേരി പിതാവേ, ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി പി ശ്യാമലാദേവി, പഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് നേശ്വരപ്പെട്ട അവറുകൾ, AEO സദാനന്ദ സാറ്, സ്കൂൾ മാനേജർ ഷാജി അച്ഛ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, വിവിധ സ്കൂളുകളിൽ നിന്നും വന്നിരിക്കുന്ന അധ്യാപകരെ, കായിക താരങ്ങളെ, കായിക പ്രേമികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ കായികമേള 3 ദിവസമായിട്ട് ഇവിടെ നടത്തപ്പെടുകയാണ്. ഇത് അങ്ങേയറ്റ ചിട്ടയോടും ഭംഗിയോടും കൂടി വിജയകരമായി നടത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പം തന്നെ നമുക്ക് പിള്ളേരൊക്കെ വെയിലുകൊണ്ട് വീഴാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഈ മേളയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് ബി പി ശ്യാമളാദേവി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇന്നത്തെ ഈ മേളയ്ക്ക് സ്വാഗതം ആശംസിച്ച കളർ പഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ എച്ച് വിഘ്നേശ്വര ഭട്ട്, മറ്റ് വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ഈ കായിക മേളയിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേർന്ന അത്ലറ്റുകളെ, ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ഏറെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. കാരണം നമ്മുടെ ഈ മേഖലയിലെ, മലയോര മേഖലയിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു സ്ഥാപനമായ നമ്മുടെ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് ഈ കായിക മാമാങ്കത്തിന് വേദിയാവുമ്പോൾ, ഈ മേഖലയിൽ ആദ്യമായി നടക്കുന്ന ഈ കായിക മാമാങ്കം ഇത് കാണുവാനും നമ്മുടെ ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുവാനുമായി എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ഇതിനുവേണ്ടി ഈ സാഹചര്യം ഒരുക്കി തന്ന ഒരു 2 വാക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. ദൈവത്തിന് നന്ദി പറയാൻ വളരെയേറെ ഉണ്ട്. കാരണം ഇന്നലെ വൈകുന്നേരം ഇവിടെ ഈ ഗ്രൗണ്ട് അറേഞ്ച് ചെയ്യുമ്പോൾ മഴമേഘം വളരെ ശക്തമായിരുന്നു. ദൈവം അതിൽ ഇടപെട്ടുകൊണ്ട് നമുക്ക് നല്ല ഒരു സാഹചര്യം ഒരുക്കി തന്നു. എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ടും ഈ മേളയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ല ഒരു വിജയം ആശംസിച്ചുകൊണ്ടും ഈ മേള നല്ല രീതിയിൽ നടത്തുവാനുള്ള എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നടത്തുന്നു. നന്ദി. We will take part in the 6th Hostur Sub-District Schools Athletic Championship in loyal competition, respecting the regulation which govern them and desires of participating in them with true spirit of sportsmanship for the honor of our sub-district and glory of sports. Thank you, athletes. അടുത്തത് ചടങ്ങിന് സ്നേഹം നിറഞ്ഞ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ഭാരവാഹികളെ, സ്നേഹമുള്ള വൈദികരെ, സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നിവിടെ 3 ദിവസമായി നടക്കുന്ന കായികമേള വളരെ ഗംഭീരമായി തന്നെ നമ്മുടെ ഘോഷയാത്രയിലും അതോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ സ്പോർട്സ് മേളകളിലും നമ്മുടെ കായിക താരങ്ങൾ അണിനിരന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കായിക മാമാങ്കം എന്തുകൊണ്ടും അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
എല്ലാ അർത്ഥത്തിലും ഇവിടെ ഏതാണ്ട് 85 സ്കൂളുകളിൽ നിന്ന് 1600 കായിക വിദ്യാർത്ഥികളെ മാമാങ്കമാണ് നടക്കുന്നത്. ഇതിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. വേലുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇന്ന് നമ്മുടെ ഈ ചടങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ കോട്ടയം അതിരൂപതയുടെ സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവിന് ഈ സംഘാടക സമിതിയുടെ പേരിലും അതുപോലെ തന്നെ മേളയുടെ പേരിലും ഏറ്റവും സന്തോഷകരമായ കൃത്യമായി നന്ദി ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് പല പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ഈ സ്കൂളിനെ സ്നേഹിക്കുന്നതിനോടൊപ്പം മാത്രമാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ഈ സ്കൂളിന്റെ പേരിലും ഈ സഹകരണ സമിതിയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും കൃത്യമായി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ എച്ച് വിഘ്നേശ്വരപ്പെട്ട് ഈ കായികമേളയുടെ ആരംഭം മുതൽ ഇന്ന് വരെ അഹോരാത്രം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് അതിന്റെ സാമ്പത്തിക കാര്യത്തിലായാലും മറ്റെല്ലാ കാര്യങ്ങളിലായാലും വളരെ മുന്നിട്ട് നിന്നുകൊണ്ട് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇവിടെ ഈ മേള നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയുള്ള അദ്ദേഹത്തിനും ഈ സംഘാടക സമിതിയുടെ പേരിൽ ഏറ്റവും സന്തോഷകരമായ രീതിയിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മാനേജറായിട്ടുള്ള ബഹുമാനായ ഷാജി വടക്കേത്തോട്ടച്ചനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ ഈ പരിപാടിയുമായി എല്ലാ രീതിയിലും പ്രത്യേകിച്ച് ഈ ഗ്രൗണ്ടിന്റെ ഏറ്റവും നല്ല രീതിയിൽ ഗ്രൗണ്ട് നന്നാക്കിയെടുക്കുന്നതിനും എല്ലാ അധ്യാപകരെയും ആളുകളെയും അധ്യാപകരും ഒക്കെ തന്നെ കൂട്ടിയിണക്കിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ സംഘാടക സമിതിയുടെ പേരിൽ അദ്ദേഹത്തിന് വേണ്ടി കൃത്യമായി നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ വേദിയിരിക്കുന്ന ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിനിധികൾ എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. ഈ നടത്തി നിൽക്കുന്ന സ്ഥലത്തിൽ അവരെല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് വൈദികര്, ഒരുപാട് കായിക അധ്യാപകര് ഇതെല്ലാവരും ഇവിടെ നമ്മുടെ പരിപാടി പരിപോഷിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അവരെല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അവസാനമായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മലയോര മേഖലയുടെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് വിളിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും പ്രത്യേകമായി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ പരിപാടിയിൽ എല്ലാ സാമ്പത്തിക സഹായം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റികൾപ്പെട്ട എല്ലാ ചെയർമാൻമാരെയും കമ്മിറ്റി കൺവീനർമാരെയും അധ്യാപകരെയും ഈ സഹകരണ സമിതി പേരിൽ ഈ മേളയ്ക്ക് വേണ്ടി ഔപചാരികമായി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ 2 വാക്കുകൾ ഉപസംഹരിച്ചുകൊണ്ടാണ്. നന്ദി, നമസ്കാരം. രാജ് ആൻഡ് റിമൽ ബാബു. ഈ കുട്ടികളിപ്പോൾ ദീപശിഖ ഏന്തി നമ്മുടെ മൈതാനിയെ വലം വഹിക്കുന്ന രംഗമാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഈ മൈതാനിയിലുള്ള എല്ലാവരും കൈയടിച്ച് ദീപശിഖയെ നമ്മുടെ സമ്മേളനം നടക്കുന്ന മൈതാനിയിലേക്ക് സ്വാഗതം ചെയ്യുക. കക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഇവിടെ വഹിക്കുന്നു. ആൺകുട്ടികളിൽ നിന്നും സ്കൂൾ പെൺകുട്ടികളുടെ വിഭാഗം ഇൻഡിവിജ്വൽ ചാമ്പ്യന്മാരായ ടോമിത തോമസ്, ഷാർലറ്റ് മാത്യു, അനുഷ സജി ആൻഡ് സാന്ദ്ര സന്തോഷ് ദീപശിഖ ഏറ്റുവാങ്ങി നമ്മുടെ മൈതാനിയിൽ പ്രതിഷ്ഠിക്കുന്നതാണ്. കുട്ടികൾ ദീപശിഖ ശ്രീധരൻ മാസ്റ്റർക്ക് കൈമാറിയിരിക്കുന്നു. ദീപശിഖ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്കൂളിന്റെ മുൻ കായിക അധ്യാപകൻ ശ്രീധരൻ മാസ്റ്റർ ദീപശിഖ മൈതാനിയിൽ പ്രതിഷ്ഠിക്കുന്നു. മൈതാനിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. ഔദ്യോഗികമായ നമ്മളുടെ ചടങ്ങുകൾ അവസാനിക്കുകയാണ്. ഏറ്റവും അവസാനമായി ദേശീയഗാനം എല്ലാവരും അറ്റൻഷനായി നൽകുക. ദേശീയഗാനം.